ഈ BJP പ്രകടന പത്രിക ഇറക്കുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ട്, അതിലൊരു കാര്യമുണ്ട്. കാരണം BJP പ്രകടന പത്രിക ഇറക്കുന്നത് രാജ്യം ഭരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന് ഇന്നേ വരെ ഇറങ്ങിയ സകലമാന സർവേകളും നിങ്ങൾക്ക് അനുകൂലമായി ഇറക്കുന്നവർ പോലും പറയുന്നത് BJP അധികാരത്തിലെത്തും എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ധരിക്കുന്ന സർവേകൾ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് പ്രകടന പത്രിക ഇറക്കിയാൽ ജനങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ ഒരു പ്രകടന പത്രിക. ആകെ 10-18 സീറ്റിൽ മത്സരിക്കുന്ന CPM ഇടതുപക്ഷ പാർട്ടികളും. നിങ്ങൾ എന്തിനാണ് പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത്? ബംഗാളിലെ സീറ്റുകൾ വിട്ടേക്ക്, അവിടെ നിങ്ങൾ 4ാം സ്ഥാനത്ത് എത്താൻ പോകുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഈ ആകെ 10-18 സീറ്റുകളിൽ മാത്രം ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന നിങ്ങൾ എന്തിനാണ് പ്രകടന പത്രിക ഇറക്കുന്നത്? നിങ്ങൾ ഇനി പ്രകടന പത്രിക നിങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്ന പറയുന്നത്? ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവേഴ്സ് ചെയ്യുന്ന പറയുന്നത്. CAA നിങ്ങൾ എന്താ പറയുന്നത്? CAA ഞങ്ങൾ പിൻവലിക്കും. സാധിക്കുന്ന കാര്യമാണോ? നിലവിൽ തന്നെ പൗരത്വം കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ആർട്ടിക്കിൾ 370 നിങ്ങൾ പിൻവലിക്കും. ഇതൊക്കെയാണ് നിങ്ങളെ അതുപോലെ PMLA ആക്ട് അവസാനിപ്പിക്കും. എന്താ കാരണം? മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ CPM-ന്റെ നേതാക്കന്മാർക്ക് നേരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം വരുന്ന കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി PMLA പിൻവലിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പ്രകടന പത്രിക നിങ്ങൾ പോലും പുറത്തിറക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ എന്തിനാണ് CPM ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ആർട്ടിക്കിൾ 370 രാമക്ഷേത്രവും പുഴുങ്ങി തിന്നാൽ പട്ടിണി മാറുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പട്ടിണി മാറും സുഹൃത്തെ. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ച് നോക്ക്. ആർട്ടിക്കിൾ 370 മാറിയതിനു ശേഷം കാശ്മീരിന് സംഭവിച്ചിട്ടുള്ള സാമ്പത്തിക പുരോഗതി, അവിടെ പോകുന്ന ആളുകൾ ചോദിച്ചു നോക്ക്. എത്രമാത്രം ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു കാശ്മീരിൽ പോകുന്നവരുടെ? കാശ്മീരിലെ സ്ഥിതിഗതികൾ എത്ര സമാധാനപരമായി? ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ G20 ഉൾപ്പെടെ നടത്തുന്ന രീതിയിലേക്ക് അവിടെ സമാധാനം എങ്ങനെ ഉണ്ടായി? അവിടുത്തെ എന്തിനേറെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള യൂസഫ് അലി സാഹിബ് അവിടെ പോയി ആപ്പിൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ലുലുവിന്റെ കച്ചവടം അവിടെ തുടങ്ങിയില്ലേ? വിവിധ സ്ഥാപനങ്ങൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ? അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ വന്നില്ലേ? യുവാക്കൾക്ക് തൊഴിൽ കിട്ടി തുടങ്ങിയില്ലേ? ശ്രീനഗർ നഗരത്തിന്റെയൊക്കെ മുഖച്ഛായ മാറിയില്ലേ? അവിടെ ശ്രീനഗറിലെ ലാൽ ചത്വരത്തിൽ മുമ്പ് പാകിസ്ഥാന്റെ പതാകയാണ് ഉയർന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയും പിടിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ജോഡോ യാത്ര നടത്തി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പണ്ട് സീതാറാം യെച്ചൂരി പോയി വാതിൽ മുട്ടിയപ്പോൾ ആട്ടിയകറ്റിയ ഭീകരന്മാരുള്ള നാടായിരുന്നു കശ്മീരെങ്കിൽ ഇന്ന് അവിടുത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും കൈനീട്ടി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 370 പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വായിലേക്ക് ഭക്ഷിക്കാൻ വല്ലതും കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാത്തത് നിങ്ങളുടെ മനസ്ഥിതി രാജ്യവിരുദ്ധരോടൊപ്പം ആയതുകൊണ്ടാണ്. നിങ്ങൾ തീവ്രവാദികളോടൊപ്പം സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യം തോന്നുന്നത്. ഒന്ന്. രണ്ട്, ഇനി രാമക്ഷേത്രത്തിന്റെ കാര്യം. ഉത്തർപ്രദേശിലെ GDP വലിയ സംഭാവനയാണ്. നിങ്ങൾ രാജ്യവിരുദ്ധരോടൊപ്പമാണെന്ന് ഞാൻ മെഷീൻ ഇരിപ്പുണ്ട്. സന്ദീപ് വാര്യരെ ഞാൻ എന്റെ അളന്നിട്ട് തരായിരുന്നു. അയ്യോ, താങ്കളുടെ ദേശീയത രാജ്യവിരുദ്ധതയൊക്കെ അളക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ എക്യുപ്മെന്റ്സോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊന്നും അറിയായിരുന്നു. ഞാൻ രാജ്യവിരുദ്ധനാണോ, ഞാൻ ദേശവിരുദ്ധനാണോ, ഞാൻ ഇനി എത്ര ശതമാനം ദേശീയവാദിയാണ് എന്നൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയത അളക്കാൻ വേണ്ടി ഒരു BJP-കാരന്റെ സപ്പോർട്ടിന് ആവശ്യമില്ല. താങ്കൾ എന്താ വിചാരിച്ച രാജ്യവിരുദ്ധതയോ? താങ്കൾ എന്താ ഇവിടുന്ന് സംസാരിക്കുന്നത്? ജനം ടിവിയുടെ ടേബിളൊക്കെ തന്നെ രാജ്യവിരുദ്ധ ആരോപിക്കാൻ ഇവിടുത്തെ പറഞ്ഞു കഴിയട്ടെ. ഞാൻ പൂർത്തിയായി പറയാം. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ കേട്ടോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പോലും ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ഞാൻ പറഞ്ഞു കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞ് മറുപടി പറയും. ഈ വൈകാരികത വിഷയങ്ങൾ സംബന്ധിച്ച് അളക്കുന്ന മെഷീൻ ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ ജന, താങ്കൾക്ക് പറയാൻ അവസരമുണ്ടല്ലോ. അപ്പൊ പറയാം. അദ്ദേഹം പറയട്ടെ. പറഞ്ഞ ശേഷം താങ്കൾക്ക് മറുപടി പറയാൻ അവസരം ഉറപ്പായിട്ടും ഉണ്ടാകും. അത് സംശയമൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. മിസ്റ്റർ ജയരാജ്, ശ്രീനഗറിലെ ലാൽ ചത്വരത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉയർന്നിരുന്നത് പാകിസ്ഥാന്റെ പതാകയാണ്. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഉയർന്നിരുന്നത് പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ്. ഇന്ന് അവിടെ ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചു പോകാൻ, സുരക്ഷിതമായി പോകാൻ രാഹുൽ ഗാന്ധിക്ക് വരെ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ടാണ്.